ോടുള്ളൊരു സമീപനം കണ്ടിട്ടാണ് എനിക്ക് ഇതിന് കുറച്ചും കൂടി വ്യക്തത കൊടുത്താൽ അവർക്ക് കുറച്ചെങ്കിലും ബോധം വെക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനത് പറഞ്ഞത്. മാസങ്ങൾക്ക് മുന്നേ ആണോ ആഴ്ചകൾക്ക് മുന്നേ എപ്പോഴാണ് ഇത് സംഭവിച്ചത്? കാലം ഇതിനൊരു പ്രശ്നമല്ലല്ലോ, സംഭവിച്ചു എന്നുള്ളത് ഒരു എന്താണ് ഇനി മുന്നോട്ടുള്ള പോലീസ് മൊഴിയെടുക്കുന്നൊക്കെ പറയുന്ന ഒരിക്കലുമില്ല. നിയമ നടപടികളിലോട്ട് ഞാനായിട്ട് പോകത്തില്ല. എനിക്ക് നടപടി എടുക്കേണ്ടത് ഇൻസൈഡ് സിനിമയാണ്. സിനിമയുടെ ഉള്ളിലാണ് നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ആൻഡ് അത് നടപടിയെടുക്കും തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അറിയില്ല, ഒരു തരത്തിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അതോ ഇത്തരത്തിലുള്ളവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്തിട്ടാണോ എനിക്കറിയില്ല. അത് തരത്തിലാണ് ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഇതിനൊരു പ്രോപ്പർ പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മുടെ ഓരോ സിനിമയിലും IC വേണം, ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അറിയിക്കാവുന്ന ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട്. അപ്പം ആ കമ്മിറ്റി ത്രൂ ഇവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. ഫിലിം ചേംബറിൻ്റെ അണ്ടറിലുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായതിനു ശേഷം അത് പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ബാക്കി സംഘടനകളിലോട്ടും ഫെഫ്ക, അമ്മ എന്നുള്ള സംഘടനകളിലോട്ടും അവരത് ഫോർവേഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഈ വിഷയം അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയോ മറ്റുണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇത്തരക്കാരുമായി അഭിനയിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണോ? ഞാൻ പറയുന്നത്, എൻ്റെ പ്രസ്താവന അറിയാലോ, എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ അഭിനയിക്കില്ല. ഒന്ന്, അതേസമയം തന്നെ ഇദ്ദേഹത്തിനൊരു മാറ്റം, എല്ലാ മനുഷ്യരും മാറുന്നവരാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ മാറിയാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ അഭിനയിച്ചൊന്നും വരും. നല്ല രീതിയിൽ മാറിയാൽ ആ മാറ്റം നമുക്ക് ബോധ്യപ്പെടണം. അതുപോലെ സിനിമാക്കാരും ആ മാറ്റം എന്നുവെച്ചാൽ പെരുമാറാൻ അറിയണമല്ലോ. ഒരു നല്ല രീതിയിൽ പെരുമാറാനും ഇതിൻ്റെ ഉപയോഗങ്ങൾ സെറ്റിൽ ഉണ്ടാവില്ലെന്നുള്ളതും ഉറപ്പുവരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സിനിമാ ലോകത്തിലൊരു പിന്തുണ എങ്ങനെയാണ് പ്രവർത്തകർ, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമായി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു നിലപാടെടുക്കാനാണ് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയം, അല്ലാതെ എല്ലാവരും മാറ്റി അങ്ങനത്തെ റെവല്യൂഷനൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. സ്വയം ഒരു ഇൻസൈഡ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റുമായിരിക്കും. കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു എന്ന് പറയുന്നത്, ഇപ്പം സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. IC-യിലൂടെ ഇതിൻ്റെ മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. IC ത്രൂ ആണ് അത്. പിന്നെ ബാക്കിയുള്ള അവർ നന്നായി അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അമ്മ സംഘടനയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം അഡ്ഹോക്ക് കമ്മിറ്റി എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പോൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, IC-യുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് സിനിമ എടുക്കണം. ഇൻസൈഡ് ഒരു ഇൻറ്റേർണൽ ഒരു പ്രൊസീജിയർ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സെറ്റും ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത്. ആൻഡ് ഡയറക്ടർ അടക്കം, അസോസിയേറ്റ് ഡയറക്ടർ അടക്കം, പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ്. മാത്രമല്ല അതിൽ IC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. IC-യിലെ ഒരു മെമ്പർ എന്നോട് വന്ന് പരാതി ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇതിനൊരു വേറൊരു പ്രൊസീജിയറാണ് എൻ്റെ അറിവിലുള്ളത്. ഫ്രം IC ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. IC-യിലൂടെ ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിൻ്റെ ഒരു അറിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ, കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്.
ഡ്യൂ ടു ഫ്യൂ റീസൺസ് അതിൽ അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പം